1898 ലോകം ടൈറ്റാനിക് എന്ന കപ്പലിന്റെ പേര് പോലും കേട്ടിട്ടില്ലാത്ത കാലത്ത് അമേരിക്കൻ എഴുത്തുകാരനായ മോർഗൻ റോബർട്ട്സൺ ഒരു നോവൽ എഴുതി. ആ നോവലിന്റെ പേര് ഫ്യൂട്ടിലിറ്റി ഓർ ദ വ്രെക്ക് ഓഫ് ദി ടൈറ്റൻ. കഥയിൽ ടൈറ്റൻ എന്ന പേരിലുള്ള ഒരു ഭീമൻ ആഡംബര കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് മുങ്ങിപ്പോകുന്നു. അന്നത് വെറുമൊരു സാങ്കല്പിക കഥ മാത്രമായിരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം 1912 ലോകത്തെ ഞെട്ടിച്ച യഥാർത്ഥ ദുരന്തം സംഭവിച്ചു. സിങ്കിങ് ഓഫ് ദി RMS ടൈറ്റാനിക് എന്ന കപ്പൽ തന്റെ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞു. ഇവിടെയാണ് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന സാമ്യങ്ങൾ തുടങ്ങുന്നത്. നോവലിലെ ടൈറ്റൻ എന്ന കപ്പലും യഥാർത്ഥ ടൈറ്റാനിക്കും ലോകത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ആഡംബരമുള്ളതുമായ കപ്പലുകളായിരുന്നു. രണ്ടിനും മതിയായ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല. രണ്ടും ഏപ്രിൽ മാസത്തിലായിരുന്നു യാത്ര ചെയ്തത്. രണ്ടും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. ഈ സാമ്യങ്ങൾ കേട്ടപ്പോൾ പലരും ഇതൊരു പ്രവചനം ആയിരുന്നോ എന്ന് സംശയിച്ചു. എന്നാൽ മോർഗൻ റോബർട്ട്സൺ ഭാവി കണ്ട ഒരു മനുഷ്യനെ അല്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ കപ്പൽ നിർമ്മാണ പ്രവണതകളും സമുദ്രയാത്രയിലെ അപകട സാധ്യതകളും അദ്ദേഹം സൂക്ഷ്മമായി പഠിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു സാങ്കല്പിക കഥ പിന്നീട് യാഥാർത്ഥ്യവുമായി അതിശയകരമായി ഒത്തുപോയതാണ്. ഇന്നും ടൈറ്റാനിക്കിന്റെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ആ നോവലിനെ ഓർക്കാറുണ്ട്. ഒരു എഴുത്തുകാരന്റെ ഭാവന എങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ സംഭവവുമായി ഇത്രയധികം സാമ്യമുണ്ടാക്കി എന്നത് ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ യാദൃച്ഛ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പലരും പറയുന്നത് ടൈറ്റാനിക് മുങ്ങുന്നതിന് 14 വർഷം മുമ്പ് അതിന്റെ കഥ ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന്.